സി ജോർജ് ജോസഫ്, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റ് 3 പേർക്കും IT മേഖലയുമായി ബന്ധപ്പെട്ട നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി ബോധ്യമുള്ളവരാണ്. ഇതിൻ്റെ കൃത്യമായ ഒരു വശം, അതായത് ലേബർ കോഡ് വന്നതിന് ശേഷം എന്താണ് തൊഴിൽ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ആദ്യത്തെ തിക്തഫലങ്ങൾ അനുഭവിച്ചു തുടങ്ങിയത് IT മേഖല തന്നെയാണ്. അത് അവർ അറിയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ വലിയൊരു വിഭാഗം പുറത്തുണ്ട്, അവരറിയുന്നില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും. എങ്ങനെ വിലയിരുത്തുന്നു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങളെ? സിജു, ഈ നമ്മൾ ലേബർ കോഡിനെ കുറിച്ച് വർഷങ്ങളായി 2 വർഷത്തിലേറെയായിട്ട് നമ്മുടെ രാജ്യത്ത് ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് ദോഷകരമായ വശങ്ങളെക്കുറിച്ച് പല രീതിയിൽ ഇപ്പോൾ ചാനലിൻ്റെ പ്ലാറ്റ്ഫോമുകളിലടക്കം പല വേദികളിൽ നമ്മളിതിങ്ങനെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഈ രാജ്യത്തെ തൊഴിലാളി പ്രവർത്തകരും ഇടതുപക്ഷ സഹയാത്രികരും ഇടതുപക്ഷ പാർട്ടികളും ഒക്കെ ശക്തമായി ശ്രമിക്കുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ ഒരു ദുരന്തം നമ്മുടെ കൺമുമ്പിൽ വന്ന് നിൽക്കുമ്പോഴാണ് പലപ്പോഴും ആളുകൾക്കതിൻ്റെ ഒരു വ്യാപ്തം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഴം മനസ്സിലാവുകയുള്ളൂ. അതാണ് ഇപ്പോൾ സിജു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുഖത്തോട് മുഖം നമ്മുടെ മുമ്പിൽ കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോഴാണ് ഇതിനകത്ത് പണിയെടുക്കുന്ന ആളുകളൊക്കെ മനസ്സിലാക്കുന്നൊരു സ്ഥിതിവിശേഷമുള്ളത്. ഇവിടെ സിജു, ഞാൻ കാണുന്നൊരു പ്രത്യേകത, ഈ ലേബർ കോഡ് എന്ന് പേര് ലേബർ കോഡ് എന്നാണ് അതിൻ്റെ പേരെങ്കിലും ഈ ലേബർ കോഡിൽ വാസ്തവത്തിൽ ലേബറേഴ്സിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധത്തിലുള്ള അനുകൂല സാഹചര്യങ്ങളോ നിയമത്തിൻ്റെ പഴുതുകളോ ഒന്നുമില്ലാതെ ഇത് തീർച്ചയായിട്ടും കോർപ്പറേറ്റ് കോഡ് എന്ന് ഇതിന് ഒരുപക്ഷെ പേര് മാറ്റിയിടുന്നതായിരിക്കും നല്ലത്. അത് കോർപ്പറേറ്റ് മൂലധന മുതലാളിത്ത ശക്തികൾക്ക് എല്ലാ രീതിയിലും തൊഴിൽ മാർക്കറ്റിനെ, തൊഴിൽ മേഖലയെ, അധ്വാന ശക്തിയെ ചൂഷണം ചെയ്യുന്നതിനുള്ള ഒരു തുറന്ന ഒരു വേദി ഒരുക്കി കൊടുക്കുകയാണ് ഈ ലേബർ കോഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ സിജുവിനോട് ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ കോറോ ഹെൽത്തിൽ സംഭവിച്ചത് എന്താണ്? കോറോ ഹെൽത്തിൽ ജോലിക്ക് വരുന്ന ജീവനക്കാർ അവരവരുടെ ടേബിളിൽ ജോലി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന സമയത്ത് ഇപ്പോൾ കോർപ്പറേറ്റ് മേഖലയിലൊക്കെ നടക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റാഫ് അനൗൺസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു രീതിയിൽ ഒന്നില്ലെങ്കിൽ ഒരു പൊതുവായൊരു മെയിൽ വരാം, അല്ലെങ്കിൽ അവിടുത്തെ സൗണ്ട് സിസ്റ്റം ഉപയോഗിച്ചൊരു അനൗൺസ്മെൻറ്റ് വരാം. ഇതൊക്കെയാണ് ഈ കോറോ ഹെൽത്തിൽ നടന്നത്. ഒരു അനൗൺസ്മെൻറ്റ് വരികയാണ്, അവിടുത്തെ മൈക്ക് സിസ്റ്റത്തെ പബ്ലിക് അഡ്രസ് സിസ്റ്റത്തിലൂടെ ഒരു അനൗൺസ്മെൻറ്റ് വരികയാണ്, നാളെ മുതൽ ഈ കമ്പനിയിൽ നിങ്ങൾ ജോലിക്ക് വരേണ്ടതില്ല. ഇത് നമ്മളാരും ഇപ്പോൾ ഈ കോമ്പറ്റീറ്റീവായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ IT മേഖലയും മറ്റു വ്യവസായ മേഖലയും ഒക്കെ ആഗോളതലത്തിൽ ഫേസ് ചെയ്യുന്ന പ്രതിസന്ധികൾ, ചാലഞ്ചസിനെ കുറിച്ച് നമ്മളെല്ലാവരും ബോധവാന്മാരാണ്. ഇത്തരത്തിൽ നമ്മൾ വിമർശനം ഉയർത്തുമ്പോൾ ഉന്നയിക്കുന്ന പ്രധാന കാര്യം എന്ന് വെച്ചാൽ കമ്പനികൾ എന്ത് ചെയ്യും? കമ്പനികൾ എങ്ങനെ മുമ്പോട്ട് പോകും? അവർക്ക് നിലനിൽക്കണ്ടേ? അവർക്ക് എല്ലാവരും തീറ്റിപ്പോറ്റാൻ കഴിയുമോ? പക്ഷേ ഈ കോർപ്പറേറ്റ് മേഖല തികച്ചും മനുഷ്യത്വരഹിതമായി പെരുമാറുന്നു. തങ്ങളുടെ ജീവനക്കാരോട്, മൃഗങ്ങൾക്ക്, ഒരു പട്ടിയെ പൂച്ചയൊക്കെ കൊണ്ട് കളയുന്ന മാതിരിയാണ് ഇവർ തൊഴിലാളികളെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രശ്നം. ആരെങ്കിലും സ്ഥാപനം ലാഭകരമല്ലെങ്കിൽ, വയബിൾ അല്ലെങ്കിൽ അത് അടച്ചുപൂട്ടുന്നതിനോ തൊഴിലാളികളെ കുറയ്ക്കുന്നതിനോ ഒന്നും ആരും എതിരല്ല ഇന്നത്തെ കാലത്ത്. പക്ഷേ അതിനൊക്കെ നിയതമായ ചില വ്യവസ്ഥകളും മാനദണ്ഡങ്ങളും വേണം. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം സിജുവിനോട് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക. ഒരു ജീവനക്കാരൻ, കോറോ ഹെൽത്ത് ആവട്ടെ, ഏത് കമ്പനി ആവട്ടെ, അവിടെ നിന്ന് രാജിവെച്ച് പോകണം, വേറൊരു കാര്യത്തിന് പോകണം എന്നുണ്ടെങ്കിൽ അയാൾ 3 months നോട്ടീസ് പീരീഡിലായിരിക്കും. മിനിമമാണ് ഞാൻ പറഞ്ഞത്. അത് 6 മാസവും അതിൽ കൂടുതലൊക്കെ നോട്ടീസ് പീരീഡുള്ള സ്ഥാപനങ്ങളുണ്ട്. ഈ നോട്ടീസ് പീരീഡ് കൂടി അയാൾ വർക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് അയാൾക്ക് അവിടെ നിന്ന് റിലീവിങ് ഓർഡർ കിട്ടുക. അതിന് മുമ്പ് അയാൾക്ക് റിലീവിങ് ഓർഡർ കിട്ടണമെങ്കിൽ മിക്ക കമ്പനികളും ചെയ്യുന്ന എന്താ, ഒന്നില്ലെങ്കിൽ ഈ 3 മാസത്തെ സാലറി അവർ തിരിച്ചടയ്ക്കണം. ചില കമ്പനികളിൽ ഞാൻ കേട്ടിട്ടുള്ള 1 വർഷത്തെ സാലറി വരെയും പിടിച്ച് വാങ്ങിച്ച സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ 3 മാസം തൊഴിലാളി പിരിഞ്ഞു പോകണമെങ്കിൽ, ജീവനക്കാരൻ പിരിഞ്ഞു പോകണമെങ്കിൽ 3 മാസത്തെ നോട്ടീസ് പീരീഡ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് കേവലം ഒരു രാത്രി വെളുക്കുന്നതിന് മുമ്പ് നാളെ മുതൽ വരണ്ടെന്നൊരു മുതലാളിക്ക് പറയാൻ കഴിയുന്നത്? അപ്പോൾ എല്ലാ അർത്ഥത്തിലും ധിക്കാരപരമായ സമീപനം, അവിടെയാണ് പ്രശ്നം. ഇത് നമ്മളാരും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകത്തിൻ്റെ സാമ്പത്തിക മേഖലയിലെ മാറ്റങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാതെ അല്ല സംസാരിക്കുന്നത്. കോമ്പറ്റിറ്റീവ് വേൾഡാണ്, അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടെ ഈ കോറോ ഹെൽത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ആലോചിക്കുക, ആരെയാണ് അവർ വകവയ്ക്കുന്നത്?
അവിടെ അവർ കാണിച്ചത് കേരള ഹൈക്കോടതി പറഞ്ഞിട്ടും നിർദ്ദേശിച്ചിട്ടും സംസ്ഥാന സർക്കാരിൻ്റെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിനോട് ലേബർ മിനിസ്റ്റർ അടക്കം പങ്കെടുക്കുന്ന യോഗത്തോട് അവർ നിസ്സഹകരിക്കുന്ന സ്ഥിതി വന്നു. അവരിപ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് 20-ാം തീയതി സൗകര്യമുണ്ടെങ്കിൽ ഞങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കുന്ന കാര്യം ആലോചിക്കാം. അപ്പോൾ ഈ രാജ്യത്തെ നിയമങ്ങളോ ഒന്നും ഇനി മിനിമം ലേബർ കോഡിലത്തെ വ്യവസ്ഥകൾ പോലും ഇവർക്ക് ബാധകമല്ലേ? ഇവർക്ക് എന്തും ചെയ്യാനുള്ള അധികാരവും ധിക്കാരവും അഹങ്കാരവും ആരാണ് കൊടുക്കുന്നത്? അത് തന്നെയാണ് ശ്രീ ജോർജ് ജോസഫ് താങ്കൾ അല്ലെ, അതാണ് ഈ ചോദ്യം. ശ്രീ ജോർജ് ജോസഫ് താങ്കൾ ചോദിച്ച ചോദ്യം തന്നെയാണ് പ്രസക്തം. ആരാണ് ഇവർക്ക് അധികാരം കൊടുക്കുന്നതെന്നുള്ള ചോദ്യം അത് തന്നെയാണ് ഒരുപക്ഷെ ഇന്ന് ചർച്ച ചെയ്യേണ്ടതും.